വെച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് തുറക്കുകയേ ചെയ്യാത്ത, അതോ അതിൽ നിന്ന് എക്സിറ്റ് ആയാലോ എന്ന് ആലോചിക്കുന്ന കണ്ണൂർക്കാരി കൊച്ചു ത്രേസ്യ. രംഗത്ത് മികവ് തെളിയിച്ച് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയവരുടെ കൂടെ ജോലി ചെയ്ത് സ്വന്തമായി ഒരു അവാർഡ് പോലും വാങ്ങാതെ ഹോം നേഴ്സായി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വന്ന മറിയക്കുട്ടി. സ്വർണവും വെള്ളിയും വെങ്കലവും മൺകലവും വാങ്ങി നമ്മുടെ രാജ്യത്തിന് അഭിമാനമായ വനിതകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൈക്കുഴ തെറ്റിപ്പോയ നമ്മുടെ കോട്ടയം മടക്കാമ്പുറം മറിയാമ്മ. ഞാൻ ജഡ്ജിയാണ് എന്ന അഹങ്കാരത്തോടെ കോട്ടയം പൊതിയിൽ നിന്ന് വരുന്ന അച്ചായത്തി അച്ചാമ്മ. കൈപുണ്യമാണ് എന്ന് സ്വയം പ്രശംസിക്കുന്ന ഇവർ ഒരു എക്സിക്യൂട്ടീവ് ഷെഫാണ് എന്നും കൂടാതെ സംഗീതത്തിൽ അഗ്രഗണ്യാണ് എന്നും അഹങ്കരിക്കുന്നു കുമരകങ്കാരി കത്രീന. ഐശ്വര്യ റായിയെ പോലും വെല്ലുന്ന സൗന്ദര്യം തനിക്ക് മാത്രമാണ് ഉള്ളത് എന്ന അഹങ്കാരത്തോടെ ഇപ്പോൾ മേക്കപ്പ് കുറച്ച് കുറഞ്ഞു പോയോ എന്ന സംശയത്തോടെ ഇതാ കടന്നു വരുന്നു കൊച്ചിക്കാരി കൊച്ചുറാണി. I'm
വനിതാസിന്റെ സ്വന്തം ലവ്ലിക്കുട്ടി. എന്ത് ചോദിച്ചാലും അതിന് സംഗീതത്തിലൂടെ മറുപടി പറയും എന്നതാണ്. ഏതായാലും ഒരു പ്രോഗ്രാം തുടങ്ങുകയല്ലേ, നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. അതിനായി നമ്മുടെ വിശിഷ്ട അതിഥികളിൽ നിന്ന് ജഡ്ജി അമ്മയെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ പെറ്റീഷൻസ് ഒക്കെ ഇതിന് മുന്നിട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഹർജികളെല്ലാം ഈ പരിഗണിക്കേണ്ടത്. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കണം. കുരിശിൽ വെച്ച് നീ കള്ളനെ കൈക്കൊണ്ടതുപോലെ IPC സെക്ഷൻ 144, IPC സെക്ഷൻ 148B വകുപ്പ് പ്രകാരം കൊല, കളവ്, കൊലപാതകം, മോഷണം എന്നീ കുറ്റങ്ങൾക്ക് വധശിക്ഷ ലഭിക്കേണ്ട കള്ളനോട് നീ ക്ഷമിച്ചുവല്ലോ. 3 വർഷം നിന്റെ കൂടെ നടന്നു, 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് IPC സെക്ഷൻ 148A, 148B എന്നീ വകുപ്പുകൾ പ്രകാരം വിശ്വാസവഞ്ചന, പരസ്യമായ തള്ളിപ്പറയൽ എന്നീ കുറ്റങ്ങൾക്ക് വിധേയനായതിനാൽ 10 വർഷം ജയിലിൽ ഗോതമ്പ് തിന്നേണ്ടതായിരുന്നു. ആ പത്രോസിനോട് നീ ക്ഷമിച്ചതുപോലെ ക്രിമിനൽ കോഡ് 1 മുതൽ 494 പാർട്ട് B വരെയുള്ള എല്ലാ കുറ്റങ്ങളും ചെയ്ത ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. ഇവരോട് അവിടെ ഇനി ഇവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ഇവരോട് ചോദിക്കാം എന്താണ് പറയാനുള്ളത് എന്ന്. മക്കളെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കേട്ടു നോക്കാം. മെയിൻ കഥാപാത്രമായ അമ്മായിമ്മമാരെ കുറിച്ചുള്ള അഭിപ്രായം കേട്ടു നോക്കാം. ഇവരുടെ ഭർത്താക്കന്മാർക്ക് ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടാലോ. നീ ആഗ്രഹിച്ചതുപോലെ നിന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്നേക്കാൾ കൂടുതൽ ഈ ലോകത്ത് മറ്റൊന്നിനെയും ഞാൻ സ്നേഹിക്കുന്നില്ല. കുടുംബത്തെ കുറിച്ച് ഇവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം.